ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ മേടിച്ചാൽ ഒന്നെങ്കിൽ വറുക്കുക അല്ലെങ്കിൽ കറി വെക്കും. അതല്ലാതെ ഈ ചിക്കനെ കൊണ്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബോൺലെസ് പീസാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ബോൺലെസ് പീസിനെ ഒന്ന് മാറ്റി വെച്ച് ഇതുപോലൊരു ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്, എന്തൊക്കെ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളത് നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. അപ്പോൾ നമ്മൾ ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിനകത്തേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഇറച്ചി മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയിട്ട് നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചമ്മന്തിയിലേക്ക് വേണ്ടത് കല്ലുപ്പ്, പുളി, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി. നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഓരോ പീസ് ചെയ്തിട്ട് കൊടുക്കാം. ചിക്കൻ കളർ മാറി വന്ന ഇതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. ഇനി അതൊന്ന് ചൂടാറാൻ വെക്കണം. വാങ്ങിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം നമ്മൾ എടുത്തതിനകത്ത് ബോണ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ പിച്ചി എടുത്ത് കൊടുക്കാം. എന്നിട്ട് ആ ബോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ബോൺലെസ് പീസാണ് നല്ലത്. ഇനി ബോൺസ് ഉള്ള പീസാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലായ മതി, വല്ലാതെ അരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ചമ്മന്തി പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തേക്കുന്ന ആ എണ്ണയിൽ തന്നെ മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ചെറിയുള്ളി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനൊരു ഇത്തിരി പെപ്പർ ക്രഷ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടണമെന്നില്ല, അരയ്ക്കുന്ന കൂട്ടത്തിലിട്ടാലും മതി. പിന്നെ ആ മിക്സ്ചറും കൂടെ ജാറിനകത്തേക്ക് ഇടാം. ഇനി ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഉപ്പും പുളി, കറിവേപ്പില, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഉപ്പ്, പുളി, കറിവേപ്പില ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പുളി ആവശ്യത്തിന് ചേർത്താൽ മതി, കൂടി പോകരുത്. നിങ്ങളുടെ പാകത്തിന് ചേർത്താൽ മതി. അപ്പോൾ ഈ അരച്ചെടുത്തേക്കുന്ന മിക്സ്ചർ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇടുകയാണ്. നേരത്തെ ചിക്കനൊക്കെ വറുത്ത ആ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ ചമ്മന്തി സെറ്റായി. ഇത്രേ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചമ്മന്തി. എങ്ങനെയുണ്ട് ചിക്കൻ ചമ്മന്തി? ഇഷ്ടമായി എല്ലാവർക്കും? എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾ തീർച്ചയായും അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഞാൻ രശ്മി മനോജ് കുമാർ സൈനിങ് ഓഫ്.